നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രം അടങ്ങിയ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ എന്നത് ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. അടുത്ത ചോദ്യം, പ്രതീക്ഷിത ചോദ്യം, ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരെന്ത്? വിറ്റ്നസ്, അതായത് സാക്ഷി. ആ പേര് തന്നെയുണ്ട്, സാക്ഷി മാലിക്, വിറ്റ്നസ്. സാക്ഷി എന്നതാണ് സാക്ഷി മാലിക്കിന്റെ ആത്മകഥ. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. അടുത്ത ചോദ്യം, പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്? ഷാരോൺ. ഷാരോൺ എന്നത് പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ്. അടുത്തിടെ ഈ ഉപഗ്രഹത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റ് പ്രതീക്ഷിത ചോദ്യമാണ്. PSC കഴിഞ്ഞ വർഷം 15ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ 16ാമത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് സന്തോഷ് കുമാറിന് 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ പുതിയ കുറെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് നിരന്തരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ജനറൽ PSC ബാച്ച്, അത് ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ, 10th ലെവൽ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ കവർ ചെയ്യുന്നതാണ് ജനറൽ PSC. അപ്പോൾ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ 10th പ്രിലിംസ് ഒൺലി ബാച്ച് ഉണ്ട്, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഉണ്ട്. അടുത്ത വർഷം വരാനിരിക്കുന്ന ബെഫ്കോ LD വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. 2024 ഡിസംബർ 31 മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഫീസിൽ 399 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ന്യൂ ഇയർ എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുക. അടുത്തത് ഒരു പുസ്തകമാണ്. ബ്ലസി, സംവിധായകൻ ബ്ലസി രചിച്ച പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ. തന്മാത്ര എന്ന ചിത്രം ബ്ലസിയുടെ ചിത്രമാണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചതും ആര് തന്നെയാണ്? മലയാള ചലച്ചിത്ര സംവിധായകൻ ബ്ലസിയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതെല്ലാം? 5 ഭാഷകൾക്കാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതോടെ 11 ഭാഷകളാണ് ഇന്ത്യയിൽ നിന്നും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ. അപ്പോൾ അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. മറാത്തി, പാലി, പ്രാകൃത, ബംഗാളി, അസമീസ് എന്നീ ഭാഷകൾക്കാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായി? 11ആയി. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് തമിഴാണ് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലഡാക്കിലെ ഹാൻലെ.
ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്? അടുത്ത ചോദ്യം, 2024 വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നുള്ളതാണ് പ്രതീക്ഷിത ചോദ്യം. 2024 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിലിനാണ്. അശോകൻ ചരുവിലിന്റെ ഏത് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്? കാട്ടൂർ കടവ് എന്ന നോവലിന്. അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. ഒരുപാട് തവണ ഞാൻ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മയാണ്. അടുത്ത ചോദ്യവും വളരെ ഇമ്പോർട്ടൻറ്റ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡിന് അർഹനായത് ആര്? ചെറുകാട് അവാർഡ് ഏർപ്പെടുത്തുന്നത് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ആണ്. അർഹനായത് ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന്റെ ആത്മകഥയ്ക്ക് തന്നെയാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് ഇന്ദ്രധനുസ് എന്നതാണ്. ഇന്ദ്രധനുസ് എന്ന ഇന്ദ്രൻസിന്റെ ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആര്? ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലത്തിന്റെ ബാലസാഹിത്യ കൃതിയായ അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഉണ്ണി അമ്മയമ്പലം, കൃതി അൽഗോരിതങ്ങളുടെ നാട്. അടുത്ത ചോദ്യം, വയലാർ സാംസ്കാരിക വേദിയുടെ 2024 സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ് വയലാർ സാംസ്കാരിക വേദിയുടെ 2024 സാഹിത്യ പുരസ്കാര ജേതാവ്. വയലാർ സാംസ്കാരിക വേദിയുടെ 2024 സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര്? ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് അടുത്തിടെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. അടുത്ത ചോദ്യം, അടുത്തിടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ഉദയനിധി സ്റ്റാലിൻ ആണ്. ഉദയനിധി സ്റ്റാലിൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം, ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യത്തെ രാജ്യമാണ്. വിറ്റ്നസ്, അതായത് സാക്ഷി എന്നത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണെന്ന് ഓർക്കുക. ഷാരോൺ എന്നത് പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ്. ഈ ഉപഗ്രഹത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസിയാണ്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ ഭാഷകൾക്ക് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു എന്നോർക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ സ്ഥിതി ചെയ്യുന്നു. 2024 വയലാർ സാഹിത്യ പുരസ്കാരം അശോകൻ ചരുവിലിനാണ് ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന നോവലിന്. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. ചെറുകാട് അവാർഡ് ഇന്ദ്രൻസിനാണ് ലഭിച്ചത്. ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് പുരസ്കാരം. ഉണ്ണി അമ്മയമ്പലത്തിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കൃതി ഏതാ? അൽഗോരിതങ്ങളുടെ നാട്. ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് വയലാർ സാംസ്കാരിക വേദിയുടെ 2024 സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണെന്ന് ഓർക്കുക. ഉദയനിധി സ്റ്റാലിനാണ് അടുത്തിടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിതനായത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.